ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदाधिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथामिदं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिकाकान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योग शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदीर्घ्यस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तिशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्तवृंद। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत्। എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വേണ്ടി വിനീതമായ പ്രണാമം. നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ചൈതന്യ ചരിതാമൃത ആദിലീല 4-ാമത്തെ അധ്യായം 30-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. अमिह न जानीतः न जाने गोपीगणां दुन्हर रूप गुणे दुन्हर नित्य नरे मन नित्य हरे मन। अमिह न जानीतः न जाने गोपीगणां दुन्हर रूप गुणे दुन्हर नित्य हरे मन। हरे कृष्ण। हरे बोल। कृष्ण। न जानीतः न जाने गोपीगण दुन्हर रूप गुणे दुन्हर नित्य हरे मना। हरे कृष्ण। हरे कृष्ण। आमिह न जानीतः न जाने गोपीगण दुन्हर रूप गुणे दुन्हर नित्य हरे मन। ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ജയ ശ്രീല പ്രഭുപാദ്. ഗോപികമാരോ ഞാനോ ഇത് അറിയുന്നില്ല. കാരണം ഞങ്ങളുടെ മനസ്സുകൾ എല്ലായ്പ്പോഴും പരസ്പര സൗന്ദര്യത്താലും ഗുണങ്ങളാലും ആനന്ദ പാരവശ്യത്തിലായിരിക്കും. ഹരിബോൾ. Haribo. So neither the gopis nor I shall notice this, for our minds will always be entranced by one another's beauty and qualities. അപ്പോൾ വൈകുണ്ഠത്തിലെ പോലെ ഭഗവാനാണ് എന്നുള്ള അതായത് പൂർണ്ണ പുരുഷോത്തം ഭഗവാനായിട്ടാണ് ഇവിടെ ലീലകൾ കളിക്കുന്നത്. ഭഗവാനും അറിയില്ല, അതേപോലെ തന്നെ ഗോപികമാർക്കും അറിയില്ല. എന്താണ് കാരണം? അവർ മൈൻഡ്സ് വിൽ ഓൾവേസ് ബി എൻട്രാൻസ് ബൈ വൺ അനദേഴ്സ് ബ്യൂട്ടി. അപ്പം നമ്മുടെ മനസ്സ് മുഴുവനെ, അതായത് പരസ്പരം ഓരോരുത്തരുടെയും ആ സൗന്ദര്യത്തിൽ ലയിച്ചിരിക്കും. അപ്പോൾ ഭഗവാനാണെന്നും ഭഗവാന്റെ ഭഗവത്വം മറക്കുന്നു, അതേപോലെ തന്നെ ഗോപികമാരും ഇത് ഭഗവാനാണെന്നും ഓർക്കുന്നില്ല. രണ്ടുപേരും വളരെ കാഷ്വൽ ഇതിലാണ്, വളരെ അതായത് സഖ്യഭാവത്തിലോ വാത്സല്യഭാവത്തിലോ അല്ലെങ്കിൽ മാധുര്യഭാവത്തിലായിരിക്കും. അപ്പോൾ അവിടെ ഒരു ഫോർമാലിറ്റി ഇല്ല, ഒരു ഫോർമൽ എന്ന് പറഞ്ഞാൽ അവിടെ ഓൺ റെഫറൻസ് വന്നു. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്വന്തം അച്ഛൻ ഹൈക്കോടതി ജഡ്ജായിരിക്കും അല്ലേ. ഹൈക്കോടതി ജഡ്ജിലെ ആ മകൻ അവിടെ ഹൈക്കോടതിയിൽ പോയിട്ട് കാണുമ്പോൾ ആ ഒരു ഇൻഫോർമൽ വേയിൽ അവിടെ ഡീൽ ചെയ്യാൻ പറ്റില്ല, വളരെ ഫോർമലായിട്ട്. അപ്പോൾ യുവർ ഓണർ, യുവർ ഹൈനസ്, യുവർ എക്സലൻസി എന്നൊക്കെ പറയേണ്ടി വരും.
സ്വന്തം അച്ഛനാണ്. പക്ഷെ വീട്ടിൽ വന്നാലോ അവർ തമ്മിൽ വഴക്കടിക്കും അല്ലേ? അപ്പോൾ ആ ഒരു ഫോർമാലിറ്റിയാണ് അവിടെ വൈകുണ്ഠത്തിൽ, ഓവൻ ഡിഫറൻസ്. പക്ഷെ ഇവിടെ വൃന്ദാവനത്തിൽ അതില്ല. അത് എന്താണ് കാരണം? രണ്ടുപേരും പരസ്പരം അവരവരുടെ ഗുണങ്ങളാലും അതേപോലെ സൗന്ദര്യത്താലും അതിലും മതിമറന്ന് ജീവിക്കുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും അറിയില്ല ഭഗവാന്റെ അപ്പോസിഷൻ. സോ ഇൻ ദ സ്പിരിച്വൽ സ്കൈ ദ വൈകുണ്ഠ പ്ലാനറ്റ്സ് ആർ പ്രീഡോമിനേറ്റഡ് ബൈ നാരായണ. അപ്പോൾ വൈകുണ്ഠത്തിൽ ആരാണ്? നാരായണനാണ്. Devotees have the same features he does, and the exchange of devotion there is on the platform of reverence. ഐശ്വര്യത്തിലാണ്, ആദരവോട് കൂടിയിട്ടാണ്. കാരണം വെച്ചാൽ ഭഗവാന്റെ പൊസിഷൻ എന്താണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഭക്തന്മാർക്കും അറിയാം. അതുകൊണ്ട് ആ തരത്തിൽ മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. ബട്ട് അബൌട്ട് ഓൾ ദീസ് വൈകുണ്ഠ പ്ലാനറ്റ്സ് ഈസ് ഗോലോക ഓർ കൃഷ്ണലോക. അപ്പോൾ അതിലും മീതാണ് ഗോലോക ഓർ കൃഷ്ണലോക, where the original personality of Godhead Krishna fully manifests his pleasure potency in free loving affairs. Okay, free loving affairs. അവിടെ നിബന്ധനകളില്ല. അതാണ് ഇവിടെ പ്രഭാത പർപ്പോട്ടിൽ ഫ്രീ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ലവിങ്, സ്നേഹം എവിടെ ഉണ്ടോ അവിടെ എത്തിക്സോ എറ്റിക്കേറ്റ്സോ ഉണ്ടായിരിക്കില്ല. ഫ്രീ ആണ്, എങ്ങനെ വേണമെങ്കിൽ. കാരണം വെച്ചാൽ ദാറ്റ് ഫ്രീഡം ടു ഇൻറ്ററാക്ട് ദ വേ യു വാണ്ട്, ഇറ്റ് ഈസ് ദ. മറ്റത് അവിടെ ആ ഫ്രീഡം ഇല്ല, വൈകുണ്ഠത്തിൽ ആ ഫ്രീഡം ഇല്ല. സിൻസ് ദ ഡിവോട്ടീസ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് നോ ആൾമോസ്റ്റ് നത്തിങ് അബൌട്ട് ദീസ് അഫയേഴ്സ്, ദ ലോർഡ് ഡിസൈഡ്സ് ടു ഷോ ദീസ് അഫയേഴ്സ് ടു ദം. അപ്പോൾ ഭൗതിക ലോകത്തിലുള്ള തൻ്റെ ഭക്തന്മാർക്ക് ഗോലോകത്തിലുള്ള ഈ ലീലകൾ, ഈ ഇൻഫോർമൽ ഡീലിങ്സ് അവർക്ക് അറിയാത്തതുകൊണ്ട് അത് ഇവിടെ എനക്ട് ചെയ്യാണ് ഈ ലീലകൾ. എവിടെ? ഭൗമ്യ വൃന്ദാവനത്തിൽ. ഡിവോട്ടീസിന് അറിയണ്ടേ ഇതാണ് ശരിക്കുള്ളത്. ആധ്യാത്മിക ലോകത്തിലുള്ള ആ വൃന്ദാവനത്തിൽ നടക്കുന്ന അതേ റിപ്ലിക്കയാണ് ഇവിടെയും ചെയ്യുന്നത് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട്. ഇൻ ഗോലോക വൃന്ദാവന ദർ ഇസ് എൻ എക്സ്ചേഞ്ച് ഓഫ് ലവ് നോൺ ആസ് പരകീയ രസ. സ്വകീയ രസ, പരകീയ രസ. സ്വകീയ എന്ന് പറഞ്ഞാൽ അതായത് കല്യാണം കഴിച്ചിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്. പക്ഷേ പരാഗീയ എന്ന് പറഞ്ഞാൽ അതല്ലാത്തത്. ഓക്കെ, പാരമോർ. It is something like the attraction of a married woman for a man other than her husband. അപ്പോൾ ഇത് നമ്മളുടെ ഭൗതിക ലോകത്തിൽ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ കാണിച്ചാൽ അത് വളരെ നമ്മുടെ ഒരു ട്രഡീഷൻ അനുസരിച്ച്, വേദിക് ട്രഡീഷൻ അനുസരിച്ചിട്ട് ഇറ്റ് ഈസ് സിൻഫുൾ അല്ലേ? ഒരു ടു അട്രാക്ഷൻ ഓഫ് എ മാരീഡ് വുമൻ ഫോർ എ മാൻ അതർ ദാൻ ഹർ ഹസ്ബൻഡ്, ഇറ്റ്സ് എ സിൻ. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചോളം അത് സിന്നല്ല. കാരണം ഭഗവാന്റെ അംശങ്ങളാണ് നമ്മളെല്ലാം. അപ്പോൾ ഭഗവാന് നമ്മളോട് ഏത് തരത്തിൽ വേണമെങ്കിൽ ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഭഗവാൻ പരമാത്മാവാണ്, നമ്മൾ ജീവാത്മാവാണ്. ഭഗവാന്റെ ദാസന്മാരാണ്, ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പോൾ ഭഗവാൻ ഏത് തരത്തിൽ നമ്മളോട് ഡീൽ ചെയ്യണോ ആ തരത്തിൽ ഡീൽ ചെയ്യാൻ ഉള്ള അധികാരം ഭഗവാന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ. ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിയോട് പറഞ്ഞു. സനാതന ഗോസ്വാമി അദ്ദേഹത്തെ ആകെ ഒരു അസുഖം പിടിച്ചു വന്നു, സ്കിൻ ഡിസീസ്. ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമി ആലിംഗനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമം വന്നു. എപ്പോഴും എത്ര പറഞ്ഞിട്ടും ചൈതന്യ മഹാപ്രഭു വിടുന്നില്ല. ശരീരത്തിൻ്റെ വൂണ്ടുന്ന വ്രണങ്ങളിൽ നിന്ന് ബ്ലഡും പൾസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആ ശരീരം ഭഗവാൻ ആലിംഗനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമം. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഞാൻ ആത്മഹത്യ ചെയ്യാം. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമി പറഞ്ഞു, യുവർ ബോഡി ഈസ് മൈൻ, യു ഹാവ് നോ അതോറിറ്റി. ഈ ശരീരം എൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചതുകൊണ്ട് ഈ ശരീരം എൻ്റേതാണ്. ആ ശരീരത്തിൽ അങ്ങക്ക് യാതൊരു എന്തില്ല, അവകാശമില്ല. അതുകൊണ്ട് എൻ്റെ ഇതില്ലാതെ, സമ്മതമില്ലാണ്ട് നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ അല്ല അത് ശരീരം, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യും? അതേപോലെ ഈ ശരീരം നമ്മുടേതല്ല. ഈ ശരീരം നമുക്ക് ഭഗവാൻ പ്രകൃതിയിലൂടെ തന്നിരിക്കുന്നതാണ്. ഈ ശരീരം വെച്ചിട്ട് വേണം നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ. അപ്പോൾ ഈ ശരീരം നമുക്ക് വേണ്ടുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. ഭഗവാന്റെ ഇംഗിതത്തിന്, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എങ്ങനെ ആഗ്രഹിക്കുന്നു അതേപോലെ ഭഗവാൻ യൂസ് ചെയ്യും. അതിന് വിട്ടുകൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് അവിടെ പരാഗീയ രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഭൗതിക ലോകത്തിൽ കാണുന്ന ആ ഒരു മെറ്റീരിയൽ ഭൗതിക തലത്തിലുള്ള റിലേഷൻഷിപ്പ് അല്ല. അതുകൊണ്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല.
So in Goloka Vrindavana, there is an exchange of love known as Paragya Rasa. It is something like the attraction. ഒരു ഉദാഹരണം കൊടുത്തു മാത്രം. Like the attraction of a married woman for a man other than her husband. In the material world, this sort of relationship is most abominable because it is perverted reflection of the Parakya Rasa in the spiritual world, where it is the highest kind of loving affair. അപ്പോൾ പ്രഭുപാദ ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ബന്ധം ഇവിടെ ഭൗതിക ലോകത്തിൽ അത് അബോമിനബിൾ ആണ്, അപലനീയമാണ്, അത് സിൻഫുള്ളാണ്. അത് ആധ്യാത്മ ലോകത്തിലുള്ള ആ ട്രാൻസെൻഡൻ്റൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു പെർവേർട്ടഡ് റിഫ്ലക്ഷൻ ആണ് എന്ന് മാത്രം. Such feelings between the devotee and the Lord are presented by the influence of Yogamaya. Bhagavad Gita states that devotees of the highest grade are under the care of Devamaya or Yogamaya. Mahatmanastu Mam Partha Devim Prakriti Mashrita Bhajanti Ananya Manasu Nyatva Bodhadim Avyam. അപ്പോൾ മഹാത്മാക്കളുടെ ഭക്തന്മാരെ ആരുടെ ഏത് പ്രകൃതി അടിയിലാണ് വരിക? ദൈവം പ്രകൃതി. അതേപോലെ തന്നെ നോൺ ഡിവോട്ടീസ് അവരും ഭഗവാന്റെ പ്രകൃതിയിലാണ് അല്ലേ. പക്ഷേ ഏത് പ്രകൃതിയാണ്? അത് യോഗമായല്ല, മഹാമായ. ദേവി ഹേശ ഗുണമയി മമ മായ ദുരതയ മാം ഏവയെ പ്രപദ്യന്തെ മായാം ഏതാം തരന്തി. ദിസ് മെറ്റീരിയൽ എനർജി ഓഫ് മൈൻഡ്, ഈ ഭൗതിക ശക്തി ആർക്കും തരണം ചെയ്യാൻ പറ്റില്ല. ആരാണോ എന്നെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചിരിക്കുന്നത് അവർക്ക് മാത്രമേ ഇത് തരണം ചെയ്യാൻ പറ്റൂ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തന്മാരെല്ലാം ഭഗവാന്റെ യോഗമായയുടെ അടിയിലാണ് വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. മഹാത്മാനസ്തു മാം പാർത്ത ദേവ്യം പ്രകൃതി മാശ്ര. ദേവ്യം പ്രകൃതി പറഞ്ഞ അവിടെ യോഗമായാണ്, മറ്റതും പ്രകൃതിയാണ്. രണ്ടും പ്രകൃതിയാണ്. ഒന്ന് ഇന്റേണലാണ്, ഒന്ന് എക്സ്റ്റേണൽ മാത്രം. So those who are actually great souls, Mahatmas, are fully absorbed in Krishna consciousness, always engaged in the service of the Lord. They are under the care of Devi Prakriti or Yogamaya. Yogamaya creates a situation in which the devotee is prepared to transgress all regulative principles simply to love God. ആ ശുദ്ധമായ പ്രേമത്തിൻ്റെ തലത്തിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ എല്ലാ റെഗുലേഷൻസും അവിടെ ഇല്ലാതെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം നമ്മൾ വൈദ്യസാധന ഭക്തി ചെയ്യുന്നത് പ്രോഗ്രസീവ് സ്റ്റേജിലാണ്. ആ പ്രോഗ്രസ് മെച്യൂർ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രാഗാനുഗ ഭക്തിയിൽ വരും. രാഗാനുഗ ഭക്തിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ബാധകമല്ല. അതാണ് പറയുന്നത്. ഇതെല്ലാം ട്രാൻസ്ഗ്രസ് ചെയ്യും. എന്താ റൂൾസ് ആൻഡ് റെഗുലേഷൻ? അവിടെ എന്തായിരുന്നു പ്രാധാന്യം? അവിടെ സിംപ്ലി ലവ്, പ്യുവർ ലവ്, പ്രേമം, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ഉപരിയായിട്ട് ഒന്നുമില്ല. അവിടെ പ്രേമത്തിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല, കണ്ടീഷൻസ് ഇല്ല, നിബന്ധനകളില്ല. So devotee naturally does not like to transgress the laws of reverence for the supreme personality of God, but by the influence of Yogamaya is prepared to do anything to love the supreme Lord. Generally ഒരു ഭക്തൻ ഒരിക്കലും ഇത് വിട്ട് കളിക്കില്ല, തൻ്റെ ഒരു ലിമിറ്റ് വിട്ട് കളിക്കില്ല. പക്ഷേ യോഗമായുടെ ഇൻഫ്ലുവൻസിൽ വരുമ്പോൾ ഹീ ഈസ് റെഡി ടു ഡു എനിത്തിങ് ടു പ്ലീസ് കൃഷ്ണ. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഹീ ഈസ് റെഡി ടു ടേക്ക് അപ്പ് എനി റോൾ. അത് ഏത് തലത്തിലും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് തൻ്റെ ഭക്തർ അതിന് തയ്യാറാവും എന്നാണ് പറയുന്നത്. സോ ദോസ് അണ്ടർ ദ സ്പെൽ ഓഫ് മെറ്റീരിയൽ എനർജി കനോട്ട് അറ്റ് ഓൾ അപ്രീഷിയേറ്റ് the activities of Yogamaya, for a conditioned soul can hardly understand the pure reciprocation between the Lord and his devotee. അപ്പോൾ ഈ ഭഗവാനും ഭഗവാന്റെ ഭക്തരും തമ്മിലുള്ള ഈ ഇടപഴകൽ, ഇത് സാധാരണ വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. തെറ്റിദ്ധരിക്കും, അവർ തെറ്റിദ്ധരിക്കും. എന്തിന് നമ്മളുടെ സാധാരണ വ്യക്തികൾ പോട്ടെ, ഈവൻ വലിയ വലിയ ആൾക്കാർ, ഇന്ദ്രൻ തെറ്റിദ്ധരിച്ചു അല്ലേ, ബ്രഹ്മാവ് തെറ്റിദ്ധരിച്ചു. എന്നിട്ടും ഉണ്ടോ നമ്മളിപ്പോൾ ഉള്ളത്? അതായത് ഈ ഭഗവാനെയാണോ ഇത്? എന്നിട്ടാണ് ബ്രഹ്മവിമലിലും ഗോവർദ്ധനിലൊക്കെ ഉണ്ടായത്. അപ്പോൾ ഒരു പ്രാവശ്യം നാരദ മഹർഷിയും ഹനുമാനായിട്ട് ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ അതിൽ നാരദ മഹർഷി ഹനുമാനോട് പറഞ്ഞു, ഹനുമാൻജി അങ്ങ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഭക്തനാണ്, ഏറ്റവും അടുത്തുള്ള ഭക്തനാണ്.
അങ്ങേപ്പോലുള്ള ഒരു ഭക്തനെ കാണാൻ കിട്ടില്ല എന്ന് നാരദ മഹർഷി ആരോട് പറഞ്ഞു? ഹനുമാൻജിയോട് പറഞ്ഞു. അപ്പോൾ ഹനുമാൻജി പറഞ്ഞു, അല്ല ഋഷിവര്യ, ഞാനല്ല, പാണ്ഡവന്മാർ നോക്കി നോക്കൂ. പാണ്ഡവന്മാരാണ് ഏറ്റവും നല്ല അടുത്ത ഭക്തർ. ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അർജുനൻ്റെ സാരഥിയായി. ഞാൻ സാധാരണ ഭഗവാനെ സേവ ചെയ്യുന്നു, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് ആനന്ദം തരുന്നത് ഭഗവാനെ ഞാൻ സേവനം ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടെ ഭഗവാൻ സ്വയം പാണ്ഡവന്മാർക്ക് സേവനം ചെയ്യുന്നു. ഇവിടെ ഞാൻ ഭഗവാനെ സേവിക്കുമ്പോൾ പാണ്ഡവന്മാരെ ഭഗവാൻ സേവിക്കുന്നു. അപ്പോൾ ഏറ്റവും അടുത്തത് ആരാണ്? പാണ്ഡവന്മാരാണ്, ഞാനല്ല. അപ്പോൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പാണ്ഡവന്മാരോട് പോയിട്ട് ചോദിക്കാം, അവരുടെ ഈ ഭാഗ്യം എത്ര വലിയ ഭാഗ്യമാണ്. അതായത് ഭഗവാൻ സ്വയം പാണ്ഡവന്മാരെ സേവിക്കുന്നു പറഞ്ഞാൽ അവരെത്ര ഉയർന്ന തലത്തിലാണ്. അപ്പോൾ അവരോട് പോയിട്ട് നമുക്ക് അന്വേഷിക്കാം. അപ്പോൾ ഹനുമാൻജി പറഞ്ഞു, ശരി നമുക്ക് പോവാം, ശരി തയ്യാറായിക്കൊണ്ട് പറഞ്ഞു. അപ്പം തന്നെ ഹനുമാൻജി വാക്ക് മാറി, ഇല്ല ഞാൻ വരുന്നില്ല. അപ്പോൾ നാരദ മഹർഷി ചോദിച്ചു, അതെന്താ അങ്ങനെ പറയുന്നത്? ഇപ്പോഴല്ലേ പറഞ്ഞു വരുന്നുണ്ടെന്ന്, ഇപ്പം എന്താ വാക്ക് മാറ്റിയത്? ഇല്ല, കാരണം ഞാൻ അവിടെ വന്ന് ഭഗവാനും പാണ്ഡവന്മാരും തമ്മിലുള്ള ആ ഒരു ഡീലിങ്സ്, ഇടപഴകൽ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ എങ്ങനെയാണ് ഈ പാണ്ഡവന്മാരെ, എങ്ങനെയാണ് ഈ ഭഗവാൻ ഇത്രയും കാഷ്വലായിട്ട് ഡീൽ ചെയ്യുന്നത്? എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഭഗവാനെ വിത്ത് ഓവർ റെഫറൻസിലേക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ പാണ്ഡവന്മാരോടും ഭഗവാന് പാണ്ഡവന്മാരോടും ഇത്രയും ഇൻഫോർമലായിട്ടുള്ള ഡീലിങ്സ് കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ അതിനെ തെറ്റിദ്ധരിച്ച് ചിലപ്പോൾ അത് അപരാധമാവും. അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് ആര് പറഞ്ഞു? ഹനുമാൻജി പറഞ്ഞു. കാരണം അതവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ദാസ്യഭാവത്തിലാണ് ഹനുമാൻജി. പക്ഷെ ദാസ്യഭാവത്തിനാണെങ്കിലും കൂടിയിട്ട് ഹനുമാൻജി 100% കണ്ടൻറ്റാണ്, പൂർണ്ണമായിട്ട് തൃപ്തിയുണ്ട് ആ ഭാവത്തിലുള്ള ഭഗവാനോടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷെ ഇവിടെ പാണ്ഡവന്മാരങ്ങനെയല്ല. പാണ്ഡവന്മാർ വളരെ കാഷ്വലായിട്ടാണ്, സഖ്യഭാവത്തിലാണ്. അപ്പോൾ അതിൽ അത് കണ്ടിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണ മനസ്സിലുണ്ടായാൽ അതൊരു അപരാധമാവും. അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് ഹനുമാൻജി പറഞ്ഞു. So, but the executing devotional service under the regulatory principles, one can become very highly elevated and then begin to appreciate the dealings of pure love under the management of Maya, Yogamaya. അപ്പോൾ മാത്രമേ നമുക്ക് ഭഗവാനും ഭഗവാന്റെ ഭക്തരും തമ്മിലുള്ള ആ ഒരു സഖ്യഭാവം, വാത്സല്യഭാവം, മാധുര്യഭാവത്തിലുള്ള ആ റെസിപ്രിക്കൽ ഡീലിങ്സിന് നമുക്ക് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. So, in the spiritual loving sentiment induced by the Yogamaya potency, both Lord Sri Krishna and the damsels of Braja forget themselves in spiritual rapture. അപ്പോൾ അവർ സ്വയം മറക്കാണ്, രണ്ടുപേരും, ഭഗവാനും അതേപോലെ ഭഗവാന്റെ ഭക്തരും അവരുടെ ആക്ച്വൽ മഹത്വങ്ങൾ, ആക്ച്വൽ പൊസിഷൻ മറന്നിട്ടാണ് അവരവിടെ അവരുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. By the influence of such forgetfulness, the attractive beauty of the gopis plays a prominent part in the transcendental satisfaction of Lord, who has nothing to do with the mundane sex. Okay. Because spiritual love of Godhead is above everything mundane, the gopis superficially seems to transgress the codes of mundane morality. അതുകൊണ്ടാണ് ഭൗമ്യ വൃന്ദാവനത്തിൽ നമ്മൾ ഭഗവാന്റെ ആ വേണുനാഥം കേട്ടപ്പോൾ ഡെഡ് ഓഫ് മിഡ് നൈറ്റിൽ ഗോപികമാർ തൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭർത്താക്കന്മാരെയും കുട്ടികളെയും ബാക്കിയുള്ള ഇതെല്ലാം വിട്ടിട്ട് എല്ലാം മറന്ന് അവിടെ നിന്ന് ഓടിപ്പോയത്. അപ്പോൾ അവിടെ ആ തൻ്റെ എത്തിക്സ് അതെല്ലാം മറന്ന് അവിടേക്ക് പോയത് അല്ലേ. അപ്പോൾ അവിടെ ദേ ആർ നോട്ട് കൺട്രോൾഡ് ഓർ ദേ ആർ നോട്ട് റെഗുലേറ്റഡ് by any rules and regulations. Because spiritual love of Godhead is above everything mundane, the gopis superficially seem to transgress the codes of mundane morality. This perpetually puzzles mundane moralists. അതുകൊണ്ടാണ് നമ്മൾ അയ്യോ കൃഷ്ണ ഭഗവാൻ ഇങ്ങനെയല്ലേ, സാധാരണ ആൾക്കാർ പറയും ഓ ഒരുപാട് ലവേഴ്സ് ഉള്ളതാണ്, ഒരുപാട് കാമുകിമാരുണ്ട് എന്നൊക്കെ പറയും. കാരണം ഭഗവാൻ ആരാണെന്ന്, ഭഗവാന്റെ മഹത്വം ഗ്രേറ്റ്നെസ്സും അറിയാത്ത ആൾക്കാരാണ് ഇങ്ങനെ പറയുന്നത്.
ഭഗവാൻ എന്ത് ചെയ്തുകൂടാ? ഭഗവാന്റെ പ്രോപ്പർട്ടിയാണ് നമ്മളെല്ലാം, അല്ലേ? എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും നമ്മൾ. Therefore, Yogamaya acts to cover the Lord and his pastimes from the eyes of mundaners. That's confirmed in Bhagavad Gita 7.25, where the Lord says that he reserves the right of not being exposed to everyone. യോഗമായയുടെ പണിയാണ്. ഇതിൽ വിശ്വാസമില്ലാത്തവർക്ക് ഭഗവാന്റെ ഇതൊന്നും മനസ്സാക്കി കൊടുക്കില്ല. അപ്പോൾ അവിടെ ഇതിൻ്റെ കോപ്പിറൈറ്റാണ് അവിടെ. ഭഗവാൻ 7.25 പറയുന്നത്, where the Lord says that he reserves the right of not being exposed to everyone. എല്ലാവർക്കും ഇത് ആ ഭഗവാന്റെ ആ റിലേഷൻഷിപ്പ്, അതായത് നല്ല ശുദ്ധ ഭക്തന്മാരെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പോസ് ചെയ്ത് കൊടുക്കില്ല. The acts of Yogamaya make it possible for the Lord and the gopis in loving ecstasy to sometimes meet and sometimes separate. അപ്പോൾ അവിടെ ലവ് ഇൻ മീറ്റിംഗ് ഉണ്ട്, ലവ് ഇൻ സെപ്പറേഷനും ഉണ്ട്. ഇത് അവരുടെ ആ പ്രേമത്തിനെ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പം ലവ് ഇൻ മീറ്റിംഗ് ആൻഡ് ലവ് ഇൻ സെപ്പറേഷൻ അത് അങ്ങനെ ഇൻ്റർമീഡിയൻ്റ്ലി ഭഗവാന്റെയും ഭക്തന്മാരുടെയും ആഗ്രഹം അനുസരിച്ചിട്ട് അത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ലവ് ഇൻ സെപ്പറേഷനിൽ കൂടുതൽ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടും, വിപ്രലംബഭാവം. These transcendent loving affairs of the Lord are unimaginable to empiricists involved in the impersonal feature of the Absolute Truth. അപ്പോൾ ഈ ഇത് ലവിങ് അഫയേഴ്സ് ഇമ്പേഴ്സണലിസ്റ്റിന് മനസ്സിലാവില്ല. കാരണം ഭഗവാന്റെ ആ പേഴ്സണൽ ഫീച്ചർ അവർക്കറിയില്ല. പിന്നെ എങ്ങനെ ഇതിൻ്റെ ആ ഒരു റിയൽ ലവിങ് നേച്ചർ, ലവിങ് അഫയേഴ്സ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. Therefore, the Lord himself appears before the mundaners to bestow upon them the highest form of spiritual realization and also personally relish its essence. The Lord is so merciful that he himself descended to take the fallen souls back home to the kingdom of God, where the erotic principles of Godhead are eternally released in their real form, distinct from the perverted sexual love, so much adored and indulged by the fallen souls in their diseased condition. The reason the Lord displays the Rasa Leela is essentially to induce all the fallen souls to give up their diseased morality and religiosity and to attract them to the kingdom of God to enjoy the reality. എന്തുകൊണ്ടാണ് രാസലീല എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്? അതായത് ഫോളൻ സോൾസ് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ആ ട്രാൻസെൻഡൻ്റൽ ലെവലിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടായി ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് തരാൻ വേണ്ടി നമ്മളെ തിരിച്ച് ഭഗവത്ധാമിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഒരുക്കി തരാണ് ചെയ്യുന്നത്. ബാക്ക് ടു അട്രാക്ട് ദം ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ ബാക്ക് ടു ഗോഡ് അറ്റ് തിരിച്ച് നമ്മളുടെ ധാമിലേക്ക്, ശരിക്കുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വഴി ഒരുക്കി തരാണ് ഭഗവാൻ ചെയ്യുന്നത്. എ പേഴ്സൺ ഹു ആക്ച്വലി അണ്ടർസ്റ്റാൻഡ്സ് വാട്ട് ദ രാസലീല ഈസ് വിൽ certainly hate to indulge in mundane sex life. For the realized soul, hearing the Lord's Rasalila through the proper channel will result in complete abstinence from the material sex expression. ഉദാഹരണത്തിന് ഒരുപാട് ആചാര്യന്മാർ, സന്യാസിവര്യന്മാർ അല്ലേ, അവർക്ക് ഈ ഹയർ ആ ഒരു പ്രേമത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടിയത് കാരണം അവർക്ക് മണ്ടൈൻ സെൻസ് പ്ലഷറിൽ യാതൊരു ഇതില്ല. അല്ലെങ്കിൽ ഇത്രയും ചൈതന്യ മഹാപ്രഭുവിൻ്റെ കേസെടുത്ത് ഇത്രയും ഒരുപാട് നല്ലൊരു ഫാമിലി, നല്ല എന്താ പറയുക പത്നിയൊക്കെ ഉണ്ടായിരുന്ന, അതെല്ലാം ആ ഭൗതിക സുഖമെല്ലാം വിട്ടിട്ട് സന്യാസം സ്വീകരിച്ചിട്ട് ഇവിടെ ഭഗവാന്റെ രാസലീലയിൽ ആനന്ദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ രാസലീല നമ്മളൊരു ഓർഡിനറി മണ്ടൈൻ സെൻസ് പ്ലഷർ ആണെന്നെങ്കിൽ സന്യാസി ചൈതന്യ മഹാപ്രഭു സന്യാസി വരാൻ ആവില്ലായിരുന്നു അല്ലേ. അതേപോലെ നമുക്കറിയാം ഭരത് മഹാരാജ് എല്ലാ കുടുംബാംഗങ്ങളെയും വിട്ടു, തൻ്റെ രാജ്യത്തിന് വിട്ടു, മിനിസ്റ്റേഴ്സിന് വിട്ടു, എല്ലാ കംഫർട്ടും വിട്ടിട്ട് കാട്ടിൽ എന്തിനു പോയി? തപസ് ചെയ്യാൻ പോയി. അപ്പോൾ ഒരു ഹയർ ടേസ്റ്റ് കിട്ടാതെ ഈ നമ്മുടെ മെറ്റീരിയൽ കംഫർട്ടും മെറ്റീരിയൽ എൻജോയ്മെൻറ്റൊന്നും വിടില്ല. അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ നമുക്കൊരു ഹയർ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നുമില്ല എന്ന് അർത്ഥം. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതെല്ലാം വിട്ടിട്ട് സന്യാസം സ്വീകരിക്കുന്ന എന്താണ്?
അവർക്കറിയാം അതിനുള്ള ആ ടേസ്റ്റ് സാധാരണ ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയ ഭോഗത്തിലില്ല എന്നും അറിയാം. അപ്പോൾ അതാണ് ഇവിടെ വന്നത്. ഫോർ ദ റിയലൈസ് സോൾ ഹിയറിംഗ് ദ ലോർഡ്സ് രാസലീല ത്രൂ ദ പ്രോപ്പർ ചാനൽ വിൽ റിസൾട്ട് ഇൻ കംപ്ലീറ്റ് അബ്സ്റ്റൻസ് ഫ്രം ദ മെറ്റീരിയൽസ് എക്സ്പ്രഷൻ. ടെക്സ്റ്റ് 31. धर्मचाड़ी रागे दुन्हे करये मिलना, काबू मिले काबू ना मिले दैवेरा घटना. धर्मचाड़ी रागे दुन्हे करये मिलना, काबू मिले काबू ना मिले दैवेरा घटना. हरे कृष्णा. धर्मचारी रागे दुन्हे करये मिलना, काबू मिले काबू ना मिले दैवेरा घटना. हरे कृष्ण प्रभु. ഹരേ കൃഷ്ണ. ധർമ്മച്ചാടി രാഗേ ദുൻഹേ കരേ മിലന, കബു മിലേ കബു ന മിലേ ദൈവേര ഘടന. ശ്രീലപ്രഭുപാദയുടെ വിവർത്തനം. ജയ ശ്രീലപ്രഭുപാദ്. ധാർമ്മിക കർത്തവ്യങ്ങളെ നഷ്ടപ്പെടുത്തിയാണെങ്കിൽ പോലും പരിശുദ്ധമായ ആസക്തി ഞങ്ങളെ ഒന്നിപ്പിക്കും. വിധി ചിലപ്പോൾ ഞങ്ങളെ ഒരുമിച്ച് ചേർക്കുകയും വേർപിരിക്കുകയും ചെയ്യും. ഹരിബോൾ. Pure attachment will unite us, even at the expense of moral and religious duties, dharma. Destiny will sometimes bring us together and sometimes separate us. അപ്പോൾ പ്യുവർ അറ്റാച്ച്മെൻറ്റ്, ശുദ്ധമായിട്ടുള്ള ആസക്തി ഭഗവാനോടുള്ള, നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. ഇപ്പം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ പറഞ്ഞാൽ ജീവേര സ്വരൂപഹേ കൃഷ്ണേര നിത്യദാസ് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കിയ ആൾക്കാർ എന്ത് ചെയ്യും? ശുദ്ധമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഭഗവാനോട് എപ്പോഴും ഉണ്ടായിരിക്കും. മറ്റതെല്ലാം ടെമ്പററിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഭൗതിക ലോകത്തിൽ നമ്മുടെ അത് ഭർത്താവിനും ശരി, ഭാര്യയും ശരി, അച്ഛനും അമ്മയും മക്കളും ബന്ധുക്കളും എല്ലാം ഇതെല്ലാം ടെമ്പററിയാണ്. ഫോർ എ ലൈഫ് ടൈം നമ്മളെല്ലാം ഒരുമിച്ചിരിക്കും. അടുത്ത ലൈഫിൽ വീണ്ടും എല്ലാവരും മാറും. നമ്മളുടെ ശരീര പ്രകൃതി മാറും, ആകൃതി മാറും, നമ്മളുടെ എല്ലാം മാറും. ഓക്കെ, നമ്മുടെ ബന്ധുക്കൾ മാറും. പക്ഷേ നമ്മുടെ ഭഗവാനോടുള്ള ആ ബന്ധം അത് എറ്റേണലാണ്. അതുകൊണ്ട് അതാണ് പ്യുവർ അറ്റാച്ച്മെൻറ്റ്, പ്യുവർ റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മൾ ഈ ഭൗതിക ലോകത്തിലുള്ള താൽക്കാലികമായിട്ടുള്ള മോറൽ ആൻഡ് റിലീജിയസ് ഡ്യൂട്ടീസ്, അതിന് നമ്മൾ ഈ ഹയർ പ്രിൻസിപ്പിളിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ടെമ്പററി. സോ ഡെസ്റ്റിനി വിൽ സംടൈംസ് റിമൂവ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഡെസ്റ്റിനി ചില സമയത്ത് ഭഗവാൻ നമ്മളായിട്ട് അടുപ്പിക്കും, ചില സമയത്ത് ഭഗവാൻ നമ്മളായിട്ട് അകലിപ്പിക്കും. എന്തായാലും വാട്ട് എവർ മേ ബി ദ കേസ്, എന്ത് തന്നെയായാലും ശരി, ഏതിലും ഭഗവാനെ വിട്ട് കളിക്കില്ല നമ്മൾ. ഇപ്പോൾ യൂണിയനിലും ഭഗവാനോടുള്ള ആ പ്രേമം ഉണ്ടായിരിക്കും, സെപ്പറേഷനിലും ഭഗവാനോടുള്ള പ്രേമം ഉണ്ടായിരിക്കും. അത് ഒരിക്കലും കുറയില്ല. The gopis came out to meet Krishna in the dead of night when they heard the sound of his flute. Srila Rupa Goswami has accordingly composed a nice verse, Adi Leela 5.224, that describes the beautiful boy called Govinda standing by the bank of Yamuna with his flute to his lips in the shining moonlight. Those who want to enjoy life in the materialistic way of society, friendship and love should not go to the Yamuna to see the form of Govinda. അപ്പോൾ രൂപഗോസ്വാമി നമുക്കൊരു വാണിംഗ് തരാണ്. ഓക്കെ, എന്താണ്? അതായത് ഗോപികമാർ ആ ഡെഡ് ഓഫ് നൈറ്റിൽ അർദ്ധരാത്രിക്ക് ഭഗവാന്റെ വേണുനാഥം കേട്ടപ്പോൾ എല്ലാം വിട്ട് എല്ലാ ലൗകിക മാനദണ്ഡങ്ങളുമെല്ലാം ഖണ്ഡിച്ചിട്ട് ഭഗവാനെ കാണാൻ പോയി. അവിടെ ഭർത്താവുണ്ട്, അച്ഛൻ, അമ്മ, മക്കളവരൊക്കെ ഉണ്ട്. അവരെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് ഈ വേണുനാഥം കേട്ടപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അതിന് വളരെ ഒരു നല്ലൊരു വേഴ്സ് കൊടുത്തിരിക്കുകയാണ് രൂപഗോസ്വാമി. എന്താണ് പറയുന്നത്? അതായത് യമുനാ തീരത്ത് ത്രിഭംഗലളിതനായി നിൽക്കുന്ന ഗോവിന്ദനെ കാണാൻ പോകരുത്. ആര് പോകരുത്? Those who want to enjoy life in the materialistic way of society, friendship, love should not go to Yamuna to see the form of Govinda. അതായത് ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയ ആസക്തി വെച്ച് പുലർത്തുന്ന ആൾക്കാർ, ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയ ഭോഗം ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഈ ഭഗവാനെ, അതായത് ഈ കൃഷ്ണനെ യമുനാ തീരത്ത്, ഗോവിന്ദനെ യമുനാ തീരത്ത് പോയി കാണരുതെന്ന്. എന്താ സംഭവിക്കുക?
കണ്ടെന്താ സംഭവിക്കുക? അപ്പൊ ഭഗവാനിൽ ആകൃഷ്ടരാകും. പിന്നെ തിരിച്ച് ഭൗതിക ലോകത്തിലേക്ക് ഇന്ദ്രിയ ഭോഗം ചെയ്യാനുള്ള ആദ്യം ഇതുണ്ടായിരിക്കില്ല. അപ്പൊ ഇൻ അതർ വേർഡ്സ് നമ്മൾ പോണെന്നാ പറയുന്നത്. അതായത് പോണ്ടെന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഭഗവാന്റെ ഭക്തനായിട്ട്. അപ്പോൾ ഇതിനെ വിട്ടിട്ട് അതിലേക്ക് പോകണം. ആ ഭഗവാന്റെ ആകർഷണം കിട്ടുന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകണം. അല്ലാതെ നമ്മുടെ ഈ ഭൗതിക സുഖം, ടെമ്പററി ആയിട്ടുള്ള ഭൗതിക സുഖത്തിന് നിൽക്കല്ല വേണ്ടത്. അതാണ് അവിടെ അതിൻ്റെ ഒരു മീനിങ്. സോ ദ സൗണ്ട് ഓഫ് ലോർഡ് കൃഷ്ണാസ് ഫ്ലൂട്ട് ഈസ് സോ സ്വീറ്റ് that it has made the gopis forget all about their relation with their kinsmen and flee to Krishna in the dead of night. കണ്ടോ, ആ സൗണ്ട് കേട്ട ഉടനെ തൻ്റെ ഭൗതിക തലത്തിലുള്ള എല്ലാ ബന്ധങ്ങളെയും ഛേദിച്ചുകൊണ്ട് അവർ ഭഗവാനെ കാണാൻ പോയി. അവിടെ കാണാൻ പോയി അവനെ പെട്ടു. പിന്നെ ഒരു തിരിച്ചു വരവില്ല. അതേപോലെ നമ്മൾക്ക് ഇന്ദ്രിയ സുഖമാണ് വേണ്ടത് ഭൗതിക തലത്ത്. എന്നാൽ നിങ്ങൾ ഭഗവാന്റെ അടുത്തേക്ക് പോകണ്ട, പെട്ടു എന്നാണ് പറയുന്നത്. So by leaving home in that way, gopis transgress the Vedic regulations of household life. This indicates that when natural feelings of love for Krishna becomes fully manifest, devotee can neglect conventional social rules and regulations. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഭഗവാനോട് ആസക്തി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊറാലിറ്റി, നമ്മുടെ എറ്റിക്കേറ്റ്സ്, നമ്മുടെ എത്തിക്സ് എല്ലാം നമ്മൾ മറക്കും, എല്ലാ നിബന്ധനകളും മറക്കും. In the material world we are situated in designative positions only, but pure devotional service begins when one is freed from all designations. When love for Krishna is awakened, the designative positions are overcome. അപ്പോൾ നമ്മുടെ ശരീരത്തിന് കിട്ടിയിരിക്കുന്ന ഈ ഉപാധികളെല്ലാം നമ്മൾ മറക്കും. പ്യുവർ ലവ് ഡെവലപ്പായി കഴിഞ്ഞാൽ, ശുദ്ധഭക്തി, ഭഗവാനോടുള്ള ശുദ്ധഭക്തി അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരമായിട്ടുള്ള ഞാനൊരു പുരുഷനാണ്, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു ഇന്ത്യനാണ്, ഞാനൊരു അല്ലെങ്കിൽ ഡോക്ടറാണ്, ആ ശരീരത്തിനുള്ള എല്ലാ ഉപാധികളും മറന്ന് ഒരൊറ്റ ഒരു ഉപാധിയുള്ളൂ, ജീവേരെ സ്വരൂപമായി കൃഷ്ണരെ നിത്യാസ്. ആ ഉപാധി മാത്രമായിരിക്കും ഫൈനലി, മറ്റതെല്ലാം നമ്മൾ മറക്കും. So the spontaneous attraction of Sri Krishna for his dearest parts and parcels generates and enthusiasm that obliges Sri Krishna and gopis to meet together. Spontaneous ആണത്, നമ്മളെപ്പോലുള്ളതല്ല. അത് അതായത് നമുക്ക് ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ കുട്ടി കരയാണെങ്കിൽ അമ്മ പ്ലാൻ ചെയ്യലോ, കുട്ടി കരഞ്ഞാൽ ഞാൻ ഉടനെ അവിടെ ഓടിയെത്തണം, ആ കുട്ടിയെ ഞാൻ അറ്റൻഡ് ചെയ്യണം, ആശയങ്ങൾ നോക്കി, അതൊന്നുമില്ല. അത് സ്പോണ്ടേനിയസ് ആണ്. കുട്ടിയൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ അമ്മ അവിടെ എത്തിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ദ നാച്ചുറൽ ലവ് അല്ലേ. അവിടെ നമുക്ക് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെയാണ് ഭഗവാനും ഭക്തന്മാരോടും തമ്മിലുള്ള ആ ഒരു റിലേഷൻ. To celebrate this transcendental enthusiasm, there is a need of sentiment of separation between the lover and beloved. അപ്പോൾ ഇതിൻ്റെ ഒരു എൻത്യൂസിയസം, ഉത്സാഹം കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് പറയുന്നത്? ദർ ഇസ് എ നീഡ് ഓഫ് എ സെൻറ്റിമെൻറ്റ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ലവർ ആൻഡ് ദ ബിലവഡ്. അപ്പോൾ അവിടെ ഒരു വിപ്രലംബ ഭാവം ഉണ്ടെങ്കിൽ ആ സെൻറ്റിമെൻറ്റ്, ആ എൻത്യൂസിയസം അത് എൻഹാൻസ് ചെയ്യും. ഓക്കെ, ആ ഒരു ഇൻറ്റിമസിയുടെ ആ തലം ഒന്ന് വർദ്ധിക്കും, ഇൻറ്റൻസിറ്റി വർദ്ധിക്കും. അതാണ് ലവ് ഇൻ സെപ്പറേഷൻ പറയുന്നത്. In the conditional of material tribulation, no one wants to the pangs of separation. ഇപ്പോൾ ഭൗതിക തലത്തിൽ നമുക്ക് സെപ്പറേഷൻ നമ്മുടെ കൂടുതൽ ഇതാക്കുന്നു. കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മൾ മറക്കും, അങ്ങനത്തെ ഒരാളുണ്ടെന്നും കൂടി മറക്കും അല്ലേ. പക്ഷെ ഇവിടെ ഇവർ എത്ര കാലം ശരി, ഫോർ എക്സാമ്പിൾ ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനിൽ നിന്ന് പോയിട്ട് 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ കാണുന്നത്. അപ്പോഴും ഓരോ ദിവസം അവരുടെ ഇൻറ്റൻസിറ്റി ഓഫ് ലവ് കൂടുതലാണ്, കുറയല്ല ചെയ്തത്. നമ്മുടെ എത്ര കാലം കൂടുതൽ അകന്നു നിൽക്കുന്നു, ആദ്യം ഇനീഷ്യലി കുറച്ച് ഇതാവും, അത് കഴിഞ്ഞാൽ അത് കുറഞ്ഞു വരും. ഭൗതിക തലത്തിൽ നമ്മളുടെ സെപ്പറേഷൻ കൂടുമ്പോൾ ആ അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു വരും. പക്ഷേ ആധ്യാത്മിക തലത്തിൽ അങ്ങനെയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ രാധാറാണിയും മറ്റു ഗോപികമാരും ഇങ്ങനെ വിപ്രലംബ ഭാവത്തിൽ വിഷമിച്ചിരിക്കില്ലാമായിരുന്നു 100 കൊല്ലത്തിന് ശേഷം. അതാണ് ട്രാൻസെൻഡൻസ്.
So in the transcendent form, the very same separation, being absolute in its nature, strengthens the ties of love and enhances the desire of the lover and beloved to meet. അപ്പോൾ അവരുടെ ആഗ്രഹത്തിനെ തമ്മിൽ കാണാനുള്ള ആഗ്രഹത്തിനെ ഇൻക്രീസ് ചെയ്യുള്ളൂ സെപ്പറേഷൻ. The period of separation evaluated transcendently is more relishable than the actual meeting, which lacks the feelings of increasing anticipation because the lover and the beloved are both present. Okay, അപ്പോൾ love separation increases the feelings than the meeting. So ഇതെല്ലാം on transcendental പ്ലെയിനിലാണ്. ഇത് ഭഗവാന്റെ ഈ ലീലകളെല്ലാം ഭഗവാന്റെ മഹത്വം, ഗ്രേറ്റ്നെസ് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇതിൽ നമ്മൾ തെറ്റിദ്ധരിക്കാതെ മനസ്സിലാക്കാൻ പറ്റൂ. ടെക്സ്റ്റ് 32. ए सबरसा निर्यासा करिबे आस्वादा ए द्वारे करीबा सभा भक्तेरे प्रसादा. ए सबरसा निर्यासा करिबे आस्वादा ए द्वारे करीबा सभा भक्तेरे प्रसादा. हरे कृष्ण. हरे कृष्ण. ए सबरस निर्यास करीबा आस्वादा ए द्वारे करीबा सभा भक्तेर प्रसादा. हरे कृष्ण. हरे कृष्ण. प्रणाम. ए सबरस निर्यास करीब आस्वाद ए द्वारे करीब सभा भक्तेरे प्रसाद. ട്രാൻസ്ലേഷൻ ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. ഈ രസങ്ങളുടെ എല്ലാം സത്ത ഞാൻ ആസ്വദിക്കാം, ഇപ്രകാരം ഞാൻ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാം. ഹരേ കൃഷ്ണ. I shall taste the essence of all these rasas, and in this way I shall favor all the devotees. അപ്പോൾ ഈ രസങ്ങളുടെ എല്ലാം സത്ത ഞാൻ എന്താണ് ആസ്വദിക്കാം. അങ്ങനെ തൻ്റെ ഭക്തന്മാർക്ക് ഒരു ഫേവർ ചെയ്യാണ് ഭഗവാൻ ചെയ്യുന്നത്. വ്രജേര നിർമ്മല രാഗ സുനി ഭക്തഗണ രാഗമാർഗേ ഭജേയന ചാടി ധർമ്മ കർമ്മ. വ്രജേര നിർമ്മല രാഗ സുനി ഭക്തഗണ രാഗമാർഗേ ഭജേയന ചാടി ധർമ്മ കർമ്മ. ഹരേ കൃഷ്ണ. പ്രജര നിർമ്മല രാഗ സുനി ഭക്തഗണ രാഗമാർഗേ ഭജേയന ചാടി ധർമ്മ കർമ്മ. ഹരിബോ. ഹരേ കൃഷ്ണ. പ്രജര നിർമ്മല രാഗ ശൂനി ഭക്തഗണ രാഗമാർഗേ ഭജേയന ചാടി ധർമ്മ കർമ്മ. വിവർത്തനം ശ്രീ എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്പോൾ വ്രജവാസികളുടെ പരിശുദ്ധ സ്നേഹത്തെക്കുറിച്ച് ശ്രവിക്കുന്നതിലൂടെ ഭക്തന്മാർ ധർമ്മത്തിന്റെയും കാമ്യകർമ്മത്തിന്റെയും എല്ലാ ആചാരങ്ങളും ഉപേക്ഷിച്ച് രാഗഭക്തി മാർഗത്തിൽ എന്നെ ആരാധിക്കും. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. Very good. Then, by hearing about the pure love of the residents of Braja, devotees will worship me on the path of spontaneous love, abandoning all rituals of religiosity and fruitive activity. അപ്പോൾ അങ്ങനെ ഈ ഭഗവാന്റെ രാസലീലകളും ട്രാൻസെൻഡന്റൽ ആക്ടിവിറ്റീസും ആധ്യാത്മിക തലത്തിലുള്ള ലീലകളെല്ലാം കേൾക്കുമ്പോൾ ഭക്തന്മാർക്ക് എന്ത് ചെയ്യും? അതായത് നമ്മുടെ ഭൗതിക ലോകത്തിലുള്ള ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളിൽ നിന്നും മുകളിൽ പോയി ശുദ്ധപ്രേമത്തിൻ്റെ തലത്തിലേക്ക് വരാനുള്ള ആഗ്രഹം ജനിക്കും. അങ്ങനെ ആഗ്രഹം ജനിച്ചാൽ ഒരു രാഗാത്മിക ഭക്തൻ്റെ തണലിൽ നമ്മുടെ ഒരു രാഗാത്മിക ഭക്തനെ ഒരു എക്സാമ്പിളാക്കിയിട്ട് മോഡലാക്കിയിട്ട് അവരുടെ പാത പിന്തുടർന്ന് നമുക്കും ആ തലത്തിലേക്ക് ഉയരാൻ പറ്റും. ഡിവോട്ടീസ് വിൽ വർഷിപ്പ് മീ ഓൺ ദ പാത്ത് ഓഫ് സ്പോണ്ടേനിയസ് ലവ്. സ്പോണ്ടേനിയസ് ലവ് പറഞ്ഞാൽ രാഗാനുഗ ഭക്തി. ആ രാഗാനുഗ ഭക്തിയിൽ പക്വത വന്ന ഒരാളെ രാഗാത്മിക ഭക്തൻ എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ റിച്വൽസും റിലീജിയോസിറ്റിയും ഫ്രൂട്ടീവ് ആക്ടിവിറ്റിയും എല്ലാം ധർമ്മ അർത്ഥ കാമ മോക്ഷത്തിന് നമുക്ക് യാതൊരു ഇമ്പോർട്ടൻസ് പ്രാധാന്യം ഉണ്ടായിരിക്കില്ല. കാരണം അതെല്ലാം സെക്കൻഡറിയാണ്, വളരെ വളരെ ലോവർ ലെവലിലാണ്. നമുക്ക് വളരെ ഉയർന്നൊരു തലത്തിലുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമ്മൾ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സൊക്കെ പഠിച്ചു കഴിഞ്ഞു, നമുക്ക് ഗ്രാജുവേഷൻ കിട്ടി, പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടി, PhD ആയി. അപ്പോൾ നമ്മൾ വീണ്ടും 1ാം ക്ലാസ്സിൽ പോയിരിക്കുമോ? ഇല്ല, അങ്ങനെ ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം അത്രയും ഒരു നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് ധർമ്മാർത്ഥ കാമ മോക്ഷം.
നമുക്ക് ഹയസ്റ്റ് ആയിട്ടുള്ള പ്രേമം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്തിനാ അതിൻ്റെ ആവശ്യം? നമുക്ക് ധർമ്മം വേണ്ട, അർത്ഥം വേണ്ട, കാമം വേണ്ട, മോക്ഷം വേണ്ട. അതിനുപരിയായിട്ടുള്ള പ്രേമം കിട്ടിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത് പ്രേമ പുമാർത്തോ മഹാൻ. പ്രേമ അതാണ് പഞ്ചമ പുരുഷാർത്ഥം, അതാണ് മഹാൻ, ഗ്രേറ്റ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. So many realized souls such as Raghunath Das Goswami and King Kulashekara have recommended with great emphasis that one develop this spontaneous love of Godhead even at the risk of transgressing all the traditional codes of morality and religiosity. ഇപ്പോൾ രഘുനാഥ് ദാസ് ഗോസ്വാമിനും ശരി കുലശേഖർ ആൾവാരും ശരി എല്ലാവരോടും പറയുന്നത് try to receive or try to achieve the love of Godhead. Okay, we cannot achieve, but we can receive it. അപ്പോൾ ആ തലത്തിൽ നമ്മൾ ഭഗവാനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ വിൽ ഗെറ്റ് ദ മേഴ്സി. ഭഗവാന്റെ അനുഗ്രഹം കാരണം നമുക്ക് ഭഗവാന്റെ പ്രേമം കിട്ടാൻ പറ്റും. കൃഷ്ണപ്രേമം ഭഗവാന്റെ ആ മേഴ്സിയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പ്രയത്നിച്ചിട്ട് കിട്ടേണ്ട ഇതല്ല, നമ്മൾ അതിൻ്റെ ആ തലത്തിൽ നമ്മൾ ചെയ്യണം, ആഗ്രഹിക്കണം. പക്ഷേ നമ്മുടെ പ്രയത്നം കൊണ്ട് നേടിയെടുക്കാം. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ബംഗ്ലാവ് ഉണ്ടാക്കാം, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു കാർ മേടിക്കാം, അതൊക്കെ നമുക്ക് വി ക്യാൻ അച്ചീവ്. പക്ഷേ കൃഷ്ണപ്രേമം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. വി ഷുഡ് റിസീവ് ഇറ്റ്. ഇറ്റ്സ് എ മേഴ്സി, ഭഗവാന്റെ മേഴ്സി. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രയത്നിക്കുക മാത്രമേ ഉള്ളൂ. കിട്ടേണ്ടത് ഭഗവാന്റെ അനുഗ്രഹത്താണ്. So even at the risk of transgressing all the traditional codes of morality and religiosity, Sri Raghunath Das Goswami, one of the 6 Goswamis of Vrindavana, has written in his players called Manasiksha. Manasiksha, okay, Raghunath Goswami തന്നെ മനസ്സിനോട് പറയാണ്, മനസ്സിന് ശിക്ഷണം കൊടുക്കുകയാണ് രഘുനാഥ് ഗോസ്വാമി. ദുഷ്ടമന എന്ന് പറയുന്നത്, അതായത് എന്ത് തരത്തിലുള്ള മനസ്സാണ് ഭഗവാനോടുള്ള ആ സ്നേഹം ദേവര വന്നിട്ടില്ല, ദുഷ്ട മനസ്സാന്ന് പറയുന്നത്. ഇപ്പോഴും ഭൗതിക തലത്തിലുള്ള ആസക്തി ഇപ്പോഴും വെച്ച് പുലർത്തുകയാണ് എന്നാണ് രഘുനാഥ് ഗോസ്വാമി പറയുന്നത്. Has written in his prayers called the Manasiksha that one should simply worship Radha and Krishna with all attention. Na dharmam Shruti Gana Niruktam Kila Kuru. One should not be much interested in performing Vedic rituals or simply following rules and regulations. തൻ്റെ മനസ്സിലോടിനെ പറയാണ്, നമ്മുടെ ഈ ധർമ്മർത്ഥ കാമ മോക്ഷത്തിനുള്ള അതിൻ്റെ അടിയിലുള്ള അങ്ങനത്തെ ആ സ്ക്രിപ്റ്റേഴ്സിൻ്റെ അടിയിലുള്ള അധീനത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും റിച്വൽസൊന്നും അതിൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ പാടില്ല. നേരെ മറിച്ച് നമ്മൾ എന്താണ് ആഗ്രഹിക്കേണ്ടത്? ഭഗവാന്റെ ശുദ്ധ പ്രേമത്തിന് വേണ്ടിയിട്ട്, കൃഷ്ണപ്രേമത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. കിങ് കുലശേഖര has written similarly in his book Mukundamala Stotra 5 നാഷ്ടധർമ്മേ ന വസു നിചയേ നൈവ കാമോപഭോഗേ യത് ഭാവ്യം തദ് ഭവതു ഭഗവാൻ പൂർവകാമാനുരൂപം ഏതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മാന്തരേപി പാദാംബോ യുഗഗതാ നിശ്ചല ഭക്തിരസ്തു. I have no attraction for performing religious rituals or holding any earthly kingdom. അതായത് എന്താണ് ആൾക്കാർ പറയുന്ന കുലശേഖര, എനിക്ക് അതായത് സാധാരണ ഈ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള യാതൊരു രുചിയില്ല. പിന്നെ അതുമാത്രമല്ല, ഈ എർത്തിലി ഇവിടുത്തെ ഭൂമിയിലെ വലിയൊരു രാജാവാനുള്ള ഒരു ആഗ്രഹമില്ല. ഐ ഡു നോട്ട് കെയർ ഫോർ സെൻസ് എൻജോയ്മെൻറ്റ്. ഇന്ദ്രിയ ഭോഗത്തിനും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ലെറ്റ് ദം അപ്പിയർ ആൻഡ് ഡിസപ്പിയർ ഇൻ അക്കോർഡൻസ് വിത്ത് മൈ പ്രീവിയസ് ഡേറ്റ്. എൻ്റെ കർമ്മഫലം അനുസരിച്ചത് അത് വന്നും പോയി കൊണ്ടിരുന്നോട്ടെ, അതിന് യാതൊരു എന്നെ അലട്ടുന്ന കാര്യങ്ങളില്ല, അത് വന്നോട്ടെ പോക്കോട്ടെ. മൈ ഓൺലി ഡിസയർ ഈസ് ടു ബി ഫിക്സ്ഡ് ഇൻ ഡിവോഷൻ സർവീസ് ടു ദ ലോട്ടസ് ഫീറ്റ് ഓഫ് ദ ലോർഡ് ഈവൻ ദോ ഐ മേ കണ്ടിന്യൂ ടു ടേക്ക് ബർത്ത് ഹിയർ ലൈഫ് ആഫ്റ്റർ ലൈഫ്. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഇവിടെ ജന്മം എടുത്താലും ശരി, എൻ്റെ ഒരേ ഒരു ആഗ്രഹം ഭഗവാന്റെ പാദങ്ങളിൽ എനിക്ക് സേവനം ചെയ്യാൻ ഉള്ള ഒരു അവസരം കിട്ടുന്നത്. അതിന് എനിക്ക് ഈവൻ നരകത്തിൽ പോകേണ്ടി വന്നാലും കുഴപ്പമില്ല. അല്ലേ, ശിക്ഷാശ്രയത്തിൽ ചൈതന്യ മഹാപ്രഭു ന ധനം ന ജനം ന സുന്ദരിയും കവിതാം വാ ജഗദീശ കാമയെ മമ ജന്മനി ജന്മശരി
ഭവതത് ഭക്തി റഹൈത്തുകിത്വയി അല്ലേ. അപ്പോൾ ഒരു ന ധനം ന ജനം ന സുന്ദരി, എനിക്ക് ധനവും വേണ്ട, പിന്നെ സുന്ദരിയും വേണ്ട, ജനവും വേണ്ട, ഇതൊന്നും വേണ്ട. അഹൈത്തുക്കി ഭക്തിയാണ് വേണ്ടത്. അൺമോട്ടിവേറ്റഡ് അൺഇൻറ്ററപ്റ്റഡ് ഡിവോഷണൽ സർവീസ് അറ്റ് ഹിസ് ലോട്ടസ് ഫീറ്റ്. ഈവൺ അത് എനിക്ക് മുക്തിയും വേണ്ട, ലിബറേഷൻ വേണ്ട, ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് വീണ്ടും ജന്മം തന്നോട്ടെ. പക്ഷെ എൻ്റെ ഒരേ ഒരു ആഗ്രഹം ഭഗവാന്റെ ഡിവോഷണൽ സർവീസ്. അതിന്ന് എന്നെ മാറ്റരുത്. എപ്പോഴും എനിക്ക് വേണ്ടത് ഭഗവാന്റെ സേവനം. അത് മുക്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല, മുക്തി തന്നാലും കുഴപ്പമില്ല, തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എവിടെ വേണമെങ്കിൽ എനിക്ക് ജന്മം തന്നോട്ടെ, പക്ഷേ ഭഗവാന്റെ ഡിവോഷണൽ സർവീസിൽ നിന്ന് തന്നെ മാറ്റരുത് എന്നാണ് ചൈതന്യ മഹാപ്രഭു നമ്മളോട് പറയുന്നത്. അപ്പോൾ ജന്മനി ജന്മനീശ്വരെ പറഞ്ഞാൽ അത് വീണ്ടും ജനിച്ചോട്ടെ, മുക്തിയല്ല ആഗ്രഹിക്കുന്നത്. സാധാരണ ആൾക്കാരെന്താണ് ആഗ്രഹിക്കുക? മുക്തി അല്ലേ. എനിക്ക് മുക്തി വേണ്ടെന്ന് പറയണത്, എനിക്ക് ഭക്തി മതി. ഭക്തിയിൽ മുക്തി അടങ്ങിയിട്ടുണ്ട്. അതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെത്. സോ ടെക്സ്റ്റ് 34. അനുഗ്രാഹയ ഭക്താനാം മാനുഷം ദേഹമാശ്രിതാം ഭജതേ താദൃശീകൃത യശ്രുത്വാ തത്പരോ ഭവേത്. അനുഗ്രഹായ ഭക്താനാം മാനുഷം ദേഹമാശ്രിതാം ഭജതേ താദൃശീകൃത ക്രീഡാ യശ്രുത്വാ തത്പരോ ഭവേത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനുഗ്രഹായ ഭക്താനാം മാനുഷം ദേഹമാശ്രിത ഭജതേ താദൃശീ ക്രീഡ യാശ്രിത്വാ തൽപരോ ഭവേത്. ഹരേ കൃഷ്ണ. അനുഗ്രഹായ ഭക്താനാം മാനുഷം ദേഹമാശ്രിത ഭജതേ താദൃശീ ക്രീഡ യാശ്രുത്വാ തത്പരോ ഭവേത്. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭക്തന്മാരോട് കരുണ കാട്ടുന്നതിന് കൃഷ്ണൻ മാനുഷിക രൂപത്തിൽ അവതരിച്ച് തന്റെ ലീലകൾ പ്രകടമാക്കുന്നു. അത്തരത്തിലുള്ള ലീലകൾ ശ്രവണം ചെയ്ത് ഒരുവൻ അവിടുത്തെ സേവനത്തിൽ മുഴുകണം. ഹരേ കൃഷ്ണ. Krishna manifests his eternal human-like form and performs his pastimes to show mercy to the devotees. Having heard such pastime, one should engage in service to him. Krishna manifests his eternal human-like form, perform his pastimes to show mercy to the devotees. Having heard such pastime, one should engage in service to him. അപ്പോൾ ഇവിടെ മനുഷ്യനായിട്ട് വന്ന് ഒരുപാട് ലീലകൾ കളിക്കുന്നുണ്ട്. എന്തിനാണ്? തൻ്റെ ഭക്തന്മാർക്ക് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, മേഴ്സി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടണം. One should engage in his service. This text is from Srimad Bhagavatam. The Supreme Personality of Godhead has innumerable expansions of his transcendental form, who eternally exist in the spiritual world. This material world is only a perverted reflection of the spiritual world, where everything is manifested without inebriety. There everything is in its original existence, free from the domination of time. കാലത്തിൻ്റെ പ്രഭാവം എവിടെയില്ല? സ്പിരിച്വൽ വേൾഡിലില്ല. ഇവിടെ കാലത്തിൻ്റെ പ്രഭാവമുണ്ട്. കാലോസ്മ്യഹം അല്ലേ, ഭഗവാൻ പറയുന്നത് ഞാൻ കാലമാകുന്നു. Time is destroying everything. Time cannot deteriorate or interfere with the condition of the spiritual world, but different manifestations of Supreme Personality of Godhead are recipients of the worship of different living entities in their constituent spiritual positions. അപ്പോൾ ഇവിടെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആധാരത്തിലാണ് നമുക്ക് പല കാര്യങ്ങളും സംഭവിക്കുന്ന. ഡേ, നൈറ്റ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. സമയം നമ്മളുടെ ലൈഫ് സ്പാനിനെ കുറച്ചുകൊണ്ടേയിരിക്കുന്നു. അനീലേഷൻ നടക്കുന്നു. ഈ ഈവൻ മെറ്റീരിയൽ വേൾഡിൻ്റെ മാനിഫെസ്റ്റേഷൻ, അൺമാനിഫെസ്റ്റേഷൻ, അനീലേഷൻ ഇതെല്ലാം സമയത്തിൻ്റെ പരിധിയിലാണ്. പക്ഷേ ആധ്യാത്മിക ലോകത്തിൽ സമയമുണ്ടോ? ഇല്ല. എന്നാൽ ഒരു സ്പിരിച്വൽ ടൈം ഫാക്ടർ അവിടെയുണ്ട്. ആ സ്പിരിച്വൽ ടൈം ഫാക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്?
ആധ്യാത്മിക ലോകത്തിൽ ഇവിടുത്തെ ടൈം ഫാക്ടർ അല്ല, അവിടെയും ഉണ്ട്, ടൈം ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നോട്ട് ദ മെറ്റീരിയൽ ടൈം. അവിടുത്തെ സമയം ഒന്നിനെയും നശിപ്പിക്കുന്നില്ല. ഓക്കെ, ഇവിടെ പറയുന്നത് ദി ടൈം കനോട്ട് ഡിറ്റീരിയേറ്റ് ഇൻ്റർഫിയർ വിത്ത് ദ കണ്ടീഷൻസ് ഓഫ് ദ സ്പിരിച്വൽ വേൾഡ്. ഒന്നിനേലും നശിപ്പിക്കുന്നില്ല. അവിടുത്തെ സ്പിരിച്വൽ ടൈം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് ആണ് സമയം വർക്ക് ചെയ്യുക. ഇപ്പോൾ ഭഗവാൻ പറയുകയാണ് ഇപ്പം രാത്രിയായിട്ട് നിൽക്കണം, രാത്രിയാവും, പകലായണമെങ്കിൽ പകലാവും. എന്താണോ ഭഗവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാർ എന്താണ് ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ചിട്ട് സമയം അതിൻ്റെ ആ ഡ്യൂട്ടി ചെയ്യും. ഇവിടെ അങ്ങനെയല്ല. ഭൗതിക ലോകത്തിൽ ഒരു സെറ്റ് സ്റ്റാൻഡേർഡ് ഉണ്ട്, ടൈമിൻ്റെ ഒരു പ്രവൃത്തി നിയമങ്ങളുണ്ട്, അതിനനുസരിച്ചേ പോവുള്ളൂ. അത് ദിവസം ചെല്ലുന്തോറും അത് ഡിറ്റീറിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എല്ലാറ്റിനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ മരണത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ഒരു 10 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു അതല്ല അപ്പോൾ, ഇനി 10 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും അതായിരിക്കില്ല അപ്പോൾ. അതുകൊണ്ട് ടൈം ഈസ് ഡിസ്ട്രോയിങ് എവറിത്തിങ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ്. അവിടെ ടൈം എൻഹാൻസസ് ദ എൻജോയ്മെൻറ്റ് ദർ ഇൻ ദ സ്പിരിച്വൽ വേൾഡ്, എൻഹാൻസ് ചെയ്യുക. സോ ഇൻ ദ സ്പിരിച്വൽ വേൾഡ് all existence is unadulterated goodness. എന്താണ് the goodness found in the material world is contaminated by modes of passion and ignorance. മനസ്സിലാക്കില്ലേ? എന്താണ് unadulterated goodness പറഞ്ഞാൽ 24 കാരറ്റ്, 100% ഗുഡ്നസ്. ഇവിടുത്തെ മെറ്റീരിയൽ വേൾഡ് ഗുഡ്നസ് ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് പാഷൻ ആൻഡ് ഇഗ്നോറൻസ്. 100% എന്താണ് ശുദ്ധമല്ല, മിക്സറുണ്ട്, മിശ്രിതമാണ്. അതായത് സത്വഗുണം എന്ന് പറഞ്ഞാൽ 100% സത്വഗുണമല്ല. പ്രിഡോമിനൻ്റ്ലി അത് സത്വഗുണത്തിലായിരിക്കും, പക്ഷേ 100% അല്ല, ഒരു 80%, 90% ബാക്കിയുള്ളത് തമോ ഗുണവും അല്ലെങ്കിൽ രജോ ഗുണം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മറ്റു ഗുണങ്ങളും. ഇപ്പോൾ തമോ ഗുണം എന്ന് പറഞ്ഞാൽ 100% തമോ ഗുണത്തിലായിരിക്കില്ല ആൾക്കാർ. രജഗുണം എന്ന് പറഞ്ഞാൽ 100% രജഗുണത്തിൽ, അതിനും ഗുഡ്നെസ്സും അല്ലെങ്കിൽ പാഷനും ഇഗ്നോറൻസും എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പ്രിഡോമിനൻ്റ്ലി അദ്ദേഹം തമോ ഗുണത്തിലാണെന്ന് പറഞ്ഞാൽ പ്രിഡോമിനൻ്റ്ലി അദ്ദേഹം തമോ ഗുണത്തിലാണ്. രജഗുണത്തിൽ പറഞ്ഞാൽ പ്രിഡോമിനൻ്റ്ലി അദ്ദേഹം രജഗുണത്തിലാണ്, പക്ഷേ 100% അല്ല. അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ എന്തായി, അത് വിശുദ്ധ സാത്വിക് സ്റ്റേജായി, ശുദ്ധ സത്വമായി, അൺഅഡൾട്രേറ്റഡ് ഗുഡ്നെസ്, 24 കാരറ്റ് ഗോൾഡ് പറയുന്ന പോലെ. അതായത് 100% ഗുഡ്നെസ്സാണ് ട്രാൻസെൻഡൻ്റൽ മോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിർഗുണാവസ്ഥ, മെറ്റീരിയൽ മോഡ് ഇല്ലാത്തത്. The saying that the human form of life is the best position for devotional service has its special significance because only in this form can a living entity revive his eternal relationship with the Supreme Personality of Godhead. The human form is considered the highest state in the cycle of species of life in the material world. If one takes advantage of this highest kind of material form, one can regain his position of devotional service to the Lord. അപ്പോൾ ഈ മനുഷ്യജന്മം നമ്മൾ ശരിക്കും വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവത്ധാമിലേക്ക്, ഭഗവാന്റെ നിത്യസേവകനായിട്ട് പോകാൻ സാധിക്കും. ഇൻകാർണേഷൻസ് ഓഫ് ദ സുപ്രീം personality of Godhead appear in all species of life, although this is inconceivable to the human birth. The Lord's pastimes are differentiated according to the appreciating capacity of the different types of bodies of the living entities. The Supreme Lord bestows most merciful benediction upon human society when he appears in human form. അപ്പോൾ ഭഗവാന്റെ അവതാരം ആർക്കാണ് ഏറ്റവും കൂടുതൽ ലാഭകരമാവുന്നത്? മനുഷ്യർക്ക്. It is then that humanity gets the opportunity to engage in different kinds of eternal service to the Lord. അപ്പോൾ ഭഗവാന്റെ ഭക്തി ചെയ്യാൻ ആർക്കാണ്? മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ശരീരത്തിൽ മാത്രമാണ് നമുക്ക് ഭക്തി ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭകരം മനുഷ്യ യോനിയിൽ ജനിച്ച ആൾക്കാർക്കാണ്. സ്പെഷ്യൽ natural appreciation of the descriptions of particular pastimes of Godhead indicates the constitutional positions of a living entity. Adoration, servitorship, friendship, parental affection and conjugal love are all the 5 primary relations with Krishna. Dasya, Sakhya, അതായത്
Shanta, Sakya, Shanta, Dasya, Sakya, Vasalya and Madhurya. The highest perfection stage of the conjugal relationship, enriched by many sentiments, gives the maximum relationships mellow to the devotee. The Lord appears in different incarnations: fish, tortoise, boar, as Parashurama, Lord Rama, Buddha and so on, to reciprocate the different appreciations of living entities in different stages of evolution. The conjugal relationship of amorous love, called Parakiya Rasa, is the unparalleled perfection of love exhibited by Lord Sri Krishna and his devotees. Appo Parakiya Rasa mana ettam topmost Madhurya Rasa. Class of so-called devotees known as Sahajiyas try to imitate the Lord's pastimes, although they have no understanding of the amorous love in his expansions of pleasure potency. Their superficial imitation can create havoc on the path of the advancement of one's spiritual relationship with the Lord. അപ്പോൾ ഇവിടെ സഹജിയാസ് ഭഗവാന്റെ ആ രാസലീലകളും മറ്റുള്ള ഗോപികമാരായിട്ടുള്ള ബന്ധമെല്ലാം ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നു. അത് ഡേഞ്ചറസ് ആണ്. Material sexual intelligence can never be equated with spiritual love, which is in unadulterated goodness. Activities of the Sahajiyas simply lower one deeper into the material contamination of the senses and mind. Krishna's transcendental pastimes display eternal servitorship to Adhokshaja's Supreme Lord, who is beyond all conception through material senses. Materialistic conditioned souls do not understand the transcendental exchanges of love, but they like to indulge in sense gratification in the name of devotional service. The activities of the Supreme Lord can never be understood by irresponsible persons who think the pastimes of Radha and Krishna to be ordinary affairs. The Rasa dance is arranged by Krishna's internal potency Yogamaya, and it is beyond the grasp of the materially affected person. Trying to throw mud into transcendence with their perversity, the Sahajiyas misinterpreted the saying Tat Paratvena Nirmalam and Tat Paro Bhavet. By misinterpreting Tadrishi Krida, they want to indulge in sex while pretending to imitate Lord Krishna, but one must actually understand the import of the words through the intelligence of the authorized Goswamis. Srila Narottam Das Thakur, in his praise to Goswamis, has explained in his inability to understand such spiritual affairs. Rupa Raghunatha Pade Haibe Akuti Kabe Hama Bujaba se Yugala Priti. When I shall be eager to understand the literature given by Goswamis? Harana Parindan Narottam Das Thakur. Yes. അതായത് ഗോസ്വാമീസ് ഷഡ് ഗോസ്വാമീസ് വൃന്ദാവനത്തിൽ അവരുടെ ആ ലിറ്ററേച്ചർ, അവരുടെ കൃതികൾ എപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അത് ഇസ് സോ ഹൈ. ഓക്കെ, ശുദ്ധഭക്തന്മാർക്ക് അതിൻ്റെ ആ തത്വം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദെൻ ഐ ഷാൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രാൻസെൻഡന്റ് ലവ് അഫയേഴ്സ് ഓഫ് രാധാകൃഷ്ണ. അതായത് ഗോസ്വാമിമാരുടെ ലിറ്ററേച്ചർ മനസ്സിലാക്കിയാൽ മാത്രമാണ് രാധാകൃഷ്ണന്മാരുടെ ആ ലവിങ് അഫയേഴ്സ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇൻ അതർ വേർഡ്സ്, unless one is trained under the disciplined succession of the Goswamis, one cannot understand Radha and Krishna. The conditioned souls are naturally averse to understanding the spiritual existence of the Lord, and if they try to know the transcendental nature of the Lord's pastimes while they remain absorbed in materialism, they are sure to blunder like the Sahajiyas. അപ്പോൾ നമ്മുടെ വൈഷ്ണവന്മാരായിട്ടുള്ള ആചാര്യന്മാരുടെ ആ ഷെൽട്ടറിലായിരിക്കണം, ഗോസ്വാമിമാരുടെ ഷെൽട്ടറായിരിക്കണം. അതുകൊണ്ട് നമ്മളെ രൂപാനുഗാസം പറയുന്നു. അപ്പോൾ ഗോസ്വാമിമാരുടെ ഷെൽട്ടറിലായിരിക്കണം, പ്രഭാത ഷെൽട്ടറായിരിക്കണം, ഗുരു മഹാരാജ് കുമാറിൻ്റെ ഷെൽട്ടറിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കും. സനാതന ഗോസ്വാമിയുടെ ശിക്ഷ 2 മാസം ശ്രീ ചൈതന്യ മഹാപ്രഭു കൊടുത്തു വാരണാസിയിൽ വെച്ചിട്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് സനാതന ഗോസ്വാമി, രൂപ ഗോസ്വാമിയൊക്കെ ചൈതന്യ മഹാപ്രഭു ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരുടെ തമ്മിലുള്ള സംവാദം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം പുരിയിൽ നിന്ന് ജഗദാനന്ദ പണ്ഡിറ്റ് ആഗ്രഹം പ്രകടിപ്പിച്ചു, ഇവിടെ വൃന്ദാവനിൽ പോകണമെന്ന് പറഞ്ഞു. ആരാണ് ജഗദാനന്ദ പണ്ഡിറ്റ്? കൃഷ്ണലീലയിൽ
ജഗദാനന്ദ പണ്ഡിറ്റ് ആരാണ് കൃഷ്ണലീലയില്? പാണ്ഡു ആണോ പ്രഭു? പാണ്ഡു ആണോ? അല്ലല്ല, അത് ഭവാനന്ദ റായ. സത്യഭാമ. ഓക്കെ, ദ്വാരകയിലത്തെ റാണി സത്യഭാമ. അപ്പോൾ ജഗദാനന്ദ പണ്ഡിറ്റ് പറഞ്ഞു, ഞാൻ ചൈതന്യ മഹാപ്രഭുവിടെ എനിക്ക് വൃന്ദാവനം പോയാൽ കൊള്ളാമെന്നുണ്ട്. പറഞ്ഞു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവിടെ ചെന്ന ഉടനെ വൈഷ്ണവരായിട്ടുള്ള ഷഡ്ഗോസ്വാമികളുണ്ട്, അതിൽ സ്പെസിഫിക്കലി സനാതന ഗോസ്വാമിയുടെ ആശ്രമത്തിലായിരിക്കണം. ഓപ്പൺലി മറ്റുള്ള വ്രജവാസികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, താക്കീത് കൊടുത്തു. ഓപ്പൺലി അവിടുത്തെ വ്രജവാസികളായിട്ട് ഡീൽ ചെയ്യാൻ പാടില്ല. കാരണം അവരെല്ലാം ഹൈലി എലിവേറ്റഡ് പൊസിഷനിലുള്ള ആൾക്കാരാണ്. അവർ ഭഗവാനായിട്ടുള്ള ഡയറക്റ്റ് ഡീലിങ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അത് കാണുമ്പോൾ നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കും, അതൊരു വൈഷ്ണവ അപരാധമായിട്ട് മാറും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഒരു ഗോസ്വാമിയുടെ, ഒരു ആചാര്യൻ്റെ കീഴിലായിരിക്കും. അതുകൊണ്ട് ചെന്ന ഉടനെ സനാതന ഗോസ്വാമിയുടെ ആശ്രയത്തിലായിരിക്കണം എന്തും ചെയ്യുന്നത്. ഡയറക്റ്റ്ലി അവരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പാടില്ല, നമ്മുടെ തെറ്റിദ്ധരിക്കും. അവരും ഭഗവാനായിട്ടുള്ള ബന്ധം, അവരും ഭഗവാനായിട്ടുള്ള ആ ഡീലിങ്സ്, അത് ഒരു ഹൈലി എലിവേറ്റഡ് പൊസിഷനാണ്. അത് കണ്ടിട്ട് നമ്മൾ അതിന് ഒരു അപരാധമാക്കി തീരാൻ പാടില്ല. അതുകൊണ്ട് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് സനാതന ഗോസ്വാമി മാത്രമേ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ബട്ട് അവരെ ഷെൽട്ടർ എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്കും കൂടി ഒരു വാണിംഗ് ആണ്. നമ്മൾ ശുദ്ധഭക്തന്മാരായിട്ടുള്ള ഭഗവാന്റെ പാർഷദ്, അവരുടെ ഡീലിങ്സ് നോക്കിയിട്ട് അതിനെ പരിഹസിക്കുക, അതിനെ ചെറുതായി കാണുക, അത് കാണുമ്പോൾ നമ്മൾ അപരാധം അറിയാണ്ട് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നോ അതെല്ലാം ഒരു സീനിയർ ഡിവോട്ടിയുടെ ആ ഒരു മെൻറ്റർഷിപ്പിലോ കൗൺസിലർഷിപ്പിലോ ആയിരിക്കണം, അല്ലെങ്കിൽ ഗുരുവിൻ്റെ അധീനത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ആചാര്യന്മാരുടെ ആ ആശ്രയത്തിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇത്രയും വലിയ ഭക്തന്മാരും ഭഗവാനുമായിട്ടുള്ള ആ ഡീലിങ്സിൽ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ പണ്ഡിതന് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ്. അപ്പം നമുക്ക് പറയണോ? നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ ആൾക്കാരാണ്, വ്രജവാസികളെ പോലെയാണ്, അതാണ് ഇതാണ്. ഒന്നുമല്ല. കാണിച്ചാൽ നമ്മൾക്ക് നമ്മളെ വളരെ വളരെ താഴ്ന്ന ലെവലിലാണ്, നിയോഫൈറ്റാണ്, കനിഷ്ഠാധികാരാണ്. അതുകൊണ്ട് എല്ലാം ഉൾക്കൊള്ളാനുള്ള ആ ഒരു വിവേക ബുദ്ധി നമുക്കില്ല. പലതിനെയും നമ്മൾ തെറ്റിദ്ധരിക്കും അവിടെ കാണുന്ന കാര്യങ്ങളിൽ, വൃന്ദാവനത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു അപരാധമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ആരുടെ ഷെൽട്ടറിലായിരിക്കണം? സീനിയർ ഡിവോട്ടി, ഗുരു മഹാരാജന്മാർ, അതുപോലെ ഷഡ്ഗോസ്വാമിയുടെ. ഈവൻ ഫിസിക്കലി ഇല്ലെങ്കിലും ഇപ്പോൾ പ്രഭുപാദര ഷെൽട്ടർ നമുക്ക് എടുക്കാം. പ്രഭുപാദര ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഷെൽട്ടറാണ്. അപ്പോൾ പ്രഭുപാദ പറയാണ്, യു ഹാവ് ടു ബി കെയർഫുൾ വെൻ യു വിസിറ്റ് വൃന്ദാവനം. വൃന്ദാവനത്തിന് പോകുമ്പോൾ നമ്മൾ, അതായത് ഒരാളുടെയും അപരാധം ചെയ്യാൻ പാടില്ല. ഒരാളെയും നമുക്കറിയില്ല ഏതൊക്കെ ആൾക്കാർ എങ്ങനെയൊക്കെ അവിടെ ഉള്ളതെന്ന്. ഓക്കെ, വളരെ ഹൈലി എലിവേറ്റഡ് ആൾക്കാരായിരിക്കും. നമ്മുടെ സാധാരണ വ്യക്തിയായിട്ട് അവരെ കാണാൻ പാടില്ല. അതുകൊണ്ട് എന്തിലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം അങ്ങനത്തെ ധാമിലേക്ക് പോയി പെരുമാറുമ്പോൾ എന്ന് ഒരു വാണിംഗ് കൂടിയാണ് ചൈതന്യ മഹാപ്രഭു ജഗദാനന്ദ പണ്ഡിറ്റ് മുഖേന നമുക്ക് തരുന്നത്. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 35 അടുത്ത ക്ലാസ്സിൽ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत-कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गो प्रेमानंदे. हरि हरि बोल. हरे कृष्णा.